എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളാണ്. മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? ഓപ്ഷൻ ബി 1.18. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ 1.18% കേരളം. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം. കേരളത്തിൽ കളിമൺ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള പ്രദേശം. ഓപ്ഷൻ സി കുണ്ടറ. കുണ്ടറയാണ് തന്നിരിക്കുന്നവയിൽ കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം. മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ പെഡോളജി. പെഡോളജി എന്നാണ് മണ്ണിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം. ഓപ്ഷൻ ബി സൈലന്റ് വാലി. സൈലന്റ് വാലിയാണ് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് തന്നിരിക്കുന്നവയിൽ ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് ഏതാണ്? ഓപ്ഷൻ സി നീണ്ടകര. നീണ്ടകരയാണ് തന്നിരിക്കുന്നവയിൽ ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ്. KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ്. KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ഏതാണ്? ഓപ്ഷൻ ബി ബ്രഹ്മപുരം. ബ്രഹ്മപുരം ഡീസൽ പവർ പ്ലാന്റ് ആണ് KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏതാണ്? കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം. ഓപ്ഷൻ എ നിലമ്പൂർ. നിലമ്പൂരാണ് തന്നിരിക്കുന്നവയിൽ കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ഡിണ്ടിഗൽ കൊല്ലം. തമിഴ്നാട്ടിലെ ഡിണ്ടിഗലും കേരളത്തിലെ കൊല്ലവുമാണ് കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി ആഗമാനന്ദ സ്വാമി. ആഗമാനന്ദ സ്വാമിയാണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത്. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ ബി അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാനാണ് 1114 കഥ എന്ന കൃതി രചിച്ചത്. വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ചിക്കൻ പോക്സ് കോളറ, കോളറ ചിക്കൻ ഗുനിയ, ക്ഷയം ചിക്കൻ പോക്സ്, മന്ത് ചിക്കൻ ഗുനിയ. വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 3 മാത്രം ശരി. ക്ഷയം ചിക്കൻ പോക്സ്. വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡികൾ ക്ഷയം ചിക്കൻ പോക്സ് ആണ്. കോളറ പരക്കുന്നത് ജലത്തിലൂടെയാണ്.
ചിക്കൻ ഗുനിയ പരത്തുന്നത് ഈഡിസ് പെൺകൊതുകുകളാണ്. മന്ത് പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുകുകളാണ്. ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? കുറഞ്ഞ മൂലധനം, പരിസ്ഥിതി സൗഹാർദ്ദം, ഇറക്കുമതിയെ വലിയ തോതിൽ ആശ്രയിക്കേണ്ടി വരുന്നില്ല, കാർവേ കമ്മിറ്റി. ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ ബി 1, 2, 3, 4 തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും തന്നെ ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് ശരിയായതാണ്. നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയേത്? അമർഖണ്ഡ് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് നർമ്മദ. നർമ്മദ നദി പടിഞ്ഞാറേക്കൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു. നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ എ 1, 2 ശരിയാണ്. നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തന്നിരിക്കുന്ന 2 പ്രസ്താവനകളും ശരിയായതാണ്. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഭാഗമായ സെറിബ്രത്തെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനനില പാലിക്കുന്നു. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഭാഗമായ സെറിബ്രത്തെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 2, 3 തന്നിരിക്കുന്നവയിൽ 2, 3 പ്രസ്താവനകൾ മാത്രമാണ് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഭാഗമായ സെറിബ്രത്തെക്കുറിച്ച് തന്നിരിക്കുന്നവയിൽ ശരിയായത്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്നത് സെറിബെല്ലമാണ്. രക്തദാനവുമായി ബന്ധപ്പെട്ട് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. മാസത്തിലൊരിക്കൽ രക്തദാനം ചെയ്യാം. 18-നും 60-നും ഇടയിൽ പ്രായമുള്ളവർക്ക് രക്തം ദാനം ചെയ്യാം. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർ രക്തം ദാനം ചെയ്യരുത്. രക്തദാനവുമായി ബന്ധപ്പെട്ട് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ സി 2, 3 തന്നിരിക്കുന്നവയിൽ 2, 3 പ്രസ്താവനകളാണ് രക്തദാനവുമായി ബന്ധപ്പെട്ട് ശരിയായവ. റെഫറൻസുകൾ പ്രകാരം 56 ദിവസത്തെ ഇടവേളയാണ് രക്തം ദാനം ചെയ്യാൻ നിഷ്കർഷിക്കുന്നത്. ശാസ്ത്രജ്ഞനും അവർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു. ശരിയായത് തിരഞ്ഞെടുക്കുക. ഹെൻറി മോസ്ലി, മെൻഡലിയേഫ്, ന്യൂലാൻഡ്സ്, ഡൊബറൈനർ. അറ്റോമിക മാസ്, ത്രികങ്ങൾ, അറ്റോമിക നമ്പർ, അഷ്ടക നിയമം. ശാസ്ത്രജ്ഞരും അവർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു. ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1 സി. ഹെൻറി മോസ്ലി, ആറ്റോമിക നമ്പർ. 2 എ. മെൻഡലിയേഫ്, ആറ്റോമിക മാസ്. 3 ഡി. ന്യൂലാൻഡ്സ്, അഷ്ടക നിയമം. 4 ബി. ഡൊബറൈനർ, ത്രികങ്ങൾ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യ വനിത. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യ വനിത. ഓപ്ഷൻ ഡി അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാനാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യ വനിത. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയായിരുന്നു? ഓപ്ഷൻ ഡി വെങ്ങാനൂർ. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് വെങ്ങാനൂരിലായിരുന്നു. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ്?
ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമികളാണ് 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? എവിടെ നിന്നുമുള്ള ബ്രിട്ടീഷ് സൈന്യമായിരുന്നു ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ഓപ്ഷൻ ഡി തലശ്ശേരി. തലശ്ശേരിയിൽ നിന്നുമുള്ള ബ്രിട്ടീഷ് സൈന്യമായിരുന്നു ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം. ഓപ്ഷൻ സി 1797. 1797 ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത്. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏതാണ്? ഓപ്ഷൻ ഡി അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപമായിരുന്നു കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഓപ്ഷൻ ഡി പഴശ്ശി വിപ്ലവം. പഴശ്ശി വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം. ഓപ്ഷൻ സി 1930. 1930 ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ചത്. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം. ഓപ്ഷൻ ബി 32. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങൾ 32 എണ്ണമാണ്. സാന്ദ്രതയുടെ കാര്യത്തിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം. സാന്ദ്രതയുടെ കാര്യത്തിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? ഓപ്ഷൻ സി ശ്വാസകോശം. ശ്വാസകോശമാണ് സാന്ദ്രതയുടെ കാര്യത്തിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി കരൾ. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് കരളിൽ വെച്ചാണ്. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഓപ്ഷൻ എ മെഡുല ഒബ്ലാങ്കേറ്റ. മെഡുല ഒബ്ലാങ്കേറ്റയാണ് ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? ഓപ്ഷൻ ഡി സെറിബെല്ലം. മദ്യം ബാധിക്കുന്നത് തലച്ചോറിൽ സെറിബെല്ലത്തെയാണ്. പേശികളെക്കുറിച്ചുള്ള പഠനം. പേശികളെക്കുറിച്ചുള്ള പഠനമാണ്. ഓപ്ഷൻ ബി മയോളജി. മയോളജിയാണ് പേശികളെക്കുറിച്ചുള്ള പഠനം. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ. ഓപ്ഷൻ എ വിറ്റാമിൻ സി. വിറ്റാമിൻ സി ആണ് പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ബയോട്ടിൻ, ഫോളിക് ആസിഡ്, തയാമിൻ, റൈബോഫ്ലാവിൻ. തന്നിരിക്കുന്നവയിൽ
വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ ബയോട്ടിൻ. തന്നിരിക്കുന്നവയിൽ ബയോട്ടിനാണ് വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത്. സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി. സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി. ഓപ്ഷൻ ബി അപ്പോളോ ഹോസ്പിറ്റൽ. അപ്പോളോ ഹോസ്പിറ്റലാണ് സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഏതാണ്? റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഏതാണ്? ഓപ്ഷൻ എ DDT. റേച്ചൽ കാഴ്സന്റെ സൈലന്റ് സ്പ്രിംഗ് പ്രധാനമായും DDT എന്ന കീടനാശിനിയുടെ അപകടങ്ങളെപ്പറ്റിയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണികകൾ. ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണികകൾ ഏവ? ഓപ്ഷൻ എ ഇലക്ട്രോൺ. ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണികകളാണ് ഇലക്ട്രോണുകൾ. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ സി സിങ്ക്. സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത്. ഭാവിയിലെ ഇന്ധനം എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത്. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏതാണ്? ഓപ്ഷൻ സി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം. ലസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏതാണ്? ലസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏതാണ്? ഓപ്ഷൻ സി ഓക്സിജൻ. ഓക്സിജനാണ് തന്നിരിക്കുന്നവയിൽ ലസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് ആണ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ്. ഓപ്ഷൻ സി ഊർജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ്? ഓപ്ഷൻ ബി ചലനം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത്? ഓപ്ഷൻ സി 7. 7 അവസ്ഥകളാണ് ദ്രവ്യത്തിനുള്ളത്. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ്, ക്ലാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ, ഫെർമിയോണിക് കണ്ടൻസേറ്റ് തുടങ്ങി 7 അവസ്ഥകളാണ് ദ്രവ്യത്തിനുള്ളത്. 1 Newton ഈസ് ഈക്വൽ ടു ഡാഷ് ഡൈൻ. 1 Newton ഈസ് ഈക്വൽ ടു ഡാഷ് ഡൈൻ. ഓപ്ഷൻ ബി 10⁵. 1 Newton ഈസ് ഈക്വൽ ടു 10⁵ ഡൈൻ. സൗരയൂഥത്തിൽ നിന്ന് ഗ്രഹപദവി നഷ്ടപ്പെട്ടത്. തന്നിരിക്കുന്നവയിൽ സൗരയൂഥത്തിൽ നിന്ന് ഗ്രഹപദവി നഷ്ടപ്പെട്ടത്. ഓപ്ഷൻ ഡി പ്ലൂട്ടോ. തന്നിരിക്കുന്നവയിൽ പ്ലൂട്ടോയ്ക്കാണ് സൗരയൂഥത്തിൽ നിന്ന് ഗ്രഹപദവി നഷ്ടപ്പെട്ടത്.
താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക. നാറ്റോയുടെ ആസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ബ്രസൽസ്. ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. പെനിൻസുലർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെനിൻസുലർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓപ്ഷൻ സി ഗോദാവരി. ഗോദാവരിയാണ് പെനിൻസുലർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? ഓപ്ഷൻ ഡി ഗ്രീൻവിച്ച്. പ്രൈം മെറിഡിയൻ കടന്നു പോകുന്നത് ഗ്രീൻവിച്ചിലൂടെയാണ്. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ഒഡീഷ. തന്നിരിക്കുന്നവയിൽ ഒഡീഷയാണ് ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം. എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിൻ്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിൻ്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? ഓപ്ഷൻ സി തെക്കേ അമേരിക്ക. എൽ നിനോ എന്ന പ്രതിഭാസം പ്രധാനമായും തെക്കേ അമേരിക്കൻ പ്രദേശങ്ങളെയാണ് ബാധിക്കുന്നത്. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരെന്താണ്? വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ബി ലൂ. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരാണ് ലൂ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.